കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രതിഷേധിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന RSS BJP സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. CPM കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയെ കൊന്ന, ഈ രാജ്യത്തെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന RSSനോട് ഒരിക്കലും നീതി പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും ഗാന്ധി പിറന്ന ഗുജറാത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ മത തീവ്രവാദ പ്രസ്ഥാനം പോലെ RSS മനുഷ്യക്കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ സംഭവം ഒരു സിനിമയിൽ ഒരു ഇതിവൃത്തമായി വന്നു എന്നതിൻ്റെ പേരിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി ആ സിനിമ ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല, അത് കട്ട് ചെയ്യണമെന്നുള്ള രൂപത്തിലേക്ക് RSS മുന്നോട്ട് വന്നു. എന്തായാലും കേരളത്തിലായതുകൊണ്ട് മോഹൻലാലിനും പൃഥ്വിരാജിനും അതുപോലെ തന്നെ ബാബു മുരളിക്കെല്ലാം ജീവനോടുകൂടിയിരിക്കാം. കൽബുർഗിയും അതുപോലെ തന്നെ ഗൗരിയും ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തിയതിൻ്റെ പേരിലാണ് അവരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു സാഹിത്യരചന നടത്തിയാൽ, അതുപോലെ തന്നെ രാജ്യത്ത് NF ഹുസൈൻ എന്ന് പറയുന്ന ഒരു മഹാനായ ചിത്രകാരനൊരു ചിത്രം വരച്ചു. അദ്ദേഹത്തിന് അതിനുശേഷം ഇന്ത്യ രാജ്യം കാണേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കേരളമായതുകൊണ്ട് ഈ പറഞ്ഞ മോഹൻലാലും ബാബു മുരളിയും അതുപോലെ തന്നെ പൃഥ്വിരാജെല്ലാം കേരളത്തിൽ എന്നുള്ളത് അത് കേരളം പുരോഗമന പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയുള്ളത് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് M സനൽ അധ്യക്ഷനായി. K നാരായണൻ, ഉഷ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VG സജിത് കുമാർ സ്വാഗതവും മേഖലാ സെക്രട്ടറി മനു നന്ദിയും പറഞ്ഞു.